നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ പാർട്ടി ഇപ്പോൾ ആരുടെ കൈകളിലാണ്? അത് പിന്നെ ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും. ഇതാണ് അവസ്ഥ. ഗോവിന്ദനും പിണറായിയും മരുമകനും തീരുമാനിക്കും സ്ഥാനാർത്ഥി പട്ടിക. സൗകര്യമുള്ളവന്മാര് നിന്നാൽ മതിയെന്ന്. സ്ഥാനാർത്ഥി പട്ടികയിൽ പെണ്ണുപിള്ളയെ തള്ളിക്കയറ്റാൻ ഗോവിന്ദൻ കളിച്ച കളിയെല്ലാം ഏറ്റിട്ടുണ്ട്. ഒടുക്കം പിണറായിയുടെ പച്ചക്കൊടി കിട്ടി തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥിയെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. ഗോവിന്ദൻ ഹാപ്പി, ഭാര്യയും ഹാപ്പി. തേഞ്ഞൊട്ടിയതാകട്ടെ സീറ്റ് കിട്ടാൻ അർഹതയുള്ളവരും അണികളും. പെണ്ണുപിള്ളയ്ക്ക് സീറ്റ് കിട്ടിയതിൽ ഞാനൊന്നും ചെയ്തിട്ടേ ഇല്ല എന്ന മട്ടിലാണ് ഗോവിന്ദൻ മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് ഡയലോഗ് അടിച്ചത്. ഭാര്യ ചെറുപ്പം മുതലേ പാർട്ടിക്കാരി ആയിരുന്നു, പെറ്റിട്ടതേ പാർട്ടി ഓഫീസിലാണ് എന്ന് വരെ ഗോവിന്ദൻ അങ്ങ് തള്ളിമറിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദന് സീറ്റില്ല, എന്നാൽ പിന്നെ ഭാര്യയ്ക്ക് സീറ്റ് വേണം. അതായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ആവശ്യം. ഒടുക്കം പിണറായിയുടെ കാല് നക്കി സീറ്റ് ഒപ്പിച്ചെടുത്തു. തളിപ്പറമ്പിൽ PK ശ്യാമളയെ കൊണ്ട് നിർത്തുന്നത് ആത്മഹത്യാപരമാണെന്ന് ആരോപിച്ച് കണ്ണൂർ CPM-ൽ ഇപ്പോൾ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുകയാണ്. വിവാദമുണ്ടാക്കി നാലാൾ അറിഞ്ഞതല്ലാതെ പാർട്ടിക്ക് വേണ്ടി ശ്യാമള എന്ത് പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ള ചോദ്യം അണികൾ തന്നെ ശക്തമായി ഉയർത്തുന്നു. സൈബറിടത്തിൽ PK ശ്യാമളയെയും ഗോവിന്ദനെയും വലിച്ചു കീറുകയാണ് CPM-കാർ തന്നെ. സഖാത്തികളുടെ ധാർഷ്ട്യത്തിന് പുളിച്ച തെറിവിളിയാണ് ജനങ്ങൾ നടത്തുന്നത്. അതിനിടയിലാണ് ആന്തൂർ സാജനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവരെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് തളിപ്പറമ്പിലെ ഒരു കൂട്ടം CPM-കാർ വെടിപൊട്ടിച്ചിട്ടുണ്ട്. ശ്യാമളയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തളിപ്പറമ്പിലെ CPM-കാർ തന്നെ ശ്യാമളയെ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കും. UDF സ്ഥാനാർത്ഥി ജയിച്ചാലും വേണ്ടില്ല, ശ്യാമളയെ ജയിപ്പിക്കില്ല എന്ന് കട്ടായം പറഞ്ഞ് ചില നേതാക്കളും അണികളും രംഗത്തുണ്ട്. ഇതോടുകൂടി ഗോവിന്ദന്റെയും ആപ്പീസ് പൂട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ശ്യാമളയെ നിർത്തി എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിച്ചെടുത്ത് MLA കസേര, അത് കഴിഞ്ഞ് മന്ത്രി കസേരയ്ക്ക് ഒന്ന് വട്ടം കൂട്ടാം, കിട്ടിയില്ലെങ്കിലും സാരമില്ല, MLA കസേരയുണ്ടല്ലോ, അതുകൊണ്ട് താൻ അതിന്റെയും ചക്രം വളച്ചുകൊള്ളാം എന്നൊക്കെ ഉള്ള ഒരു മനക്കോട്ട കെട്ടി കാത്തിരിക്കുകയാണ് MV ഗോവിന്ദൻ. എന്നാൽ PK ശ്യാമളയെ വലിച്ച് തോട്ടിലെറിഞ്ഞുകൊണ്ടാണ് CPM-കാർ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. PK ശ്യാമളയെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിലെ വിവാദം അനാവശ്യമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു കൂട്ടർ എതിർപ്പ് പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയതോടെയാണ് അവർക്കുള്ള മറുപടി എന്നോണം MV ഗോവിന്ദൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ ശ്യാമള പാർട്ടി പദവികളിൽ സജീവമാണെന്നും ഭാര്യാപദം ഇപ്പോൾ പൊട്ടിമുളച്ചത് എങ്ങനെയെന്നും സ്ഥാനാർത്ഥിത്വത്തിൽ പുനരാലോചനയുടെ ആവശ്യമില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നും MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഏത് നേതൃത്വം? പിണറായി വിജയനും MV ഗോവിന്ദനും തീരുമാനിക്കുന്നു. അത് നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്ന് പറയാൻ ലേശം ഉളുപ്പുണ്ടോ ഇങ്ങേർക്കൊക്കെ? CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. PK ശ്യാമള മത്സരിക്കുന്നതിനെതിരായ സോഷ്യൽ മീഡിയ പ്രചാരണം സംസ്ഥാന സമിതി അംഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയായിരുന്നു MV ഗോവിന്ദൻ മറുപടി നൽകിയത്. വിവാഹം കഴിക്കുമ്പോൾ PK ശ്യാമള DYFI ഭാരവാഹിയായിരുന്നു എന്ന കാര്യവും MV ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. അതായത് തളിപ്പറമ്പിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു സീറ്റ് കൊടുക്കുന്നത് അതിൽ ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നും അർഹതപ്പെട്ടതാണ് കിട്ടിയത് എന്നൊക്കെയാണ് ഗോവിന്ദൻ തള്ളിമറിക്കുന്നത്. വല്ലാത്ത അർഹതയായിരുന്നു PK ശ്യാമളയ്ക്ക് തളിപ്പറമ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയത്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ CPM അണികളും അനുഭാവികളും രംഗത്ത് ശക്തമായി തന്നെ എതിർപ്പറിയിച്ച് വന്നിട്ടുണ്ട്. പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി അനുകൂലികൾ തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ എന്ന പരിഗണനയിലാണ് അവർക്ക് സീറ്റ് നൽകിയതെന്ന ആക്ഷേപവും PK ശ്യാമളയുടെ ജനകീയത ഇല്ലായ്മയും വിജയസാധ്യതയെ ബാധിക്കുമെന്ന് സൈബറിടങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. മുൻപ് ആന്തൂർ നഗരസഭയിലുണ്ടായ വിവാദങ്ങളും പ്രവാസിയുടെ ആത്മഹത്യയും PK ശ്യാമളയുടെ ജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നും അണികൾ ഭയപ്പെടുന്നു. തളിപ്പറമ്പ് പോലുള്ള ഇടത് കോട്ട നിലനിർത്താൻ കൂടുതൽ ജനസമ്മതിയുള്ള നേതാവിനെ പാർട്ടി കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് മണ്ഡലത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ നൽകുന്നത്. PK ശ്യാമളയ്ക്ക് താഴെ തട്ടിലുള്ള അണികളുമായോ പൊതുജനങ്ങളുമായോ വേണ്ടത്ര ആത്മബന്ധമില്ലെന്നും അവർ ഒരു ജനകീയ നേതാവല്ലെന്നുമാണ് പ്രധാന വിമർശനം. ജനകീയനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അത് പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുമെന്നും അണികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തളിപ്പറമ്പ് CPM-ന്റെ ശക്തമായ കോട്ടയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം 22,000-ആയി കുറഞ്ഞതും
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഈ മണ്ഡലത്തിൽ 8000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയതും വോട്ടിംഗ് രീതിയിൽ മാറ്റം വരുന്നതിന്റെ സൂചനയായി അണികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ PK ശ്യാമളയെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നത് മണ്ഡലം കൈവിട്ടു പോകാൻ മാത്രമേ വഴിവെക്കൂ എന്നാണ് നേതാക്കളും അണികളും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ MV ഗോവിന്ദനും പിണറായിയും ഇതൊന്നും കേട്ട മട്ടുപോലുമില്ല. എന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് MV ഗോവിന്ദന്റെ വാദം. ആന്തൂർ നഗരസഭ അധ്യക്ഷയായിരുന്ന കാലത്ത് പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. ഈ വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് അണികൾ കരുതുന്നത്. MV ഗോവിന്ദന്റെ ഭാര്യ എന്ന നിലയിൽ തന്നെയാണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്ന വിമർശനം അണികൾ കട്ടായം ഉയർത്തുന്നുണ്ട്. എന്നാൽ അവർ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവുമാണെന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പട്ടികയ്ക്ക് ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ താഴെ തട്ടിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ പുനർചിന്തനം വേണമെന്നും PK ശ്യാമളയ്ക്ക് പകരം ജനകീയനായ മറ്റൊരു നേതാവിനെ കൊണ്ടുവരണമെന്നുമാണ് സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്ന പ്രധാന ആവശ്യം. ഇനി ഈ PK ശ്യാമളയുടെ തനിക്കൊണം എന്താണെന്ന് കൂടി നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. കാരണം എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് പാർട്ടി ഇവർക്ക് സീറ്റ് കൊടുത്തത് എന്ന് നമുക്കൊന്ന് വിലയിരുത്തണം. അതായത് ശ്യാമളയുടെ കൂട്ട് പ്രധാനമായും PP ദിവ്യ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ ചില ധാർഷ്ട്യക്കാരികളായ സഖാത്തികളുമായിട്ടാണ്. നമ്മൾ കണ്ടതായിരുന്നല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കോട്ടകൾ പലതും ഇളകി വീഴുന്നത്. പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടായി. അതായത് അടിത്തറ ഇളകി എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമായിരുന്നു. പിന്നീട് നടന്ന CPM-ന്റെ യോഗങ്ങളിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ആരോപണം ഈ പാർട്ടിയിലെ സംഘാത്തികളുടെ ധാർഷ്ട്യവും അഹങ്കാരവും. അതിനെ ജനങ്ങൾ വലിച്ചു തോട്ടിലെറിയുകയാണ്. ജനകീയ മുഖമുള്ള ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഈ പാർട്ടിയിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം അതിശക്തമായി തന്നെ പല യോഗങ്ങളിലും ഉയർന്നു കേട്ടു. ആകെ എല്ലാവർക്കും പറയാനുള്ളത് ഒരു പേര് മാത്രമാണ്, KK ശൈലജ. മറ്റൊരു പേരും, ജനകീയതയുള്ള മറ്റൊരു പേരും CPM-ൽ നിന്ന് ഒരു വനിതാ നേതാവിന്റെ പേര് പറയാൻ ഇല്ല. PP ദിവ്യയുടെ ഒക്കെ ഗുണം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. PP ദിവ്യയ്ക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാനിരുന്നതായിരുന്നു പാർട്ടി. പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ടും അഹങ്കാരം കൊണ്ടും ദിവ്യ തന്നെ അതെല്ലാം കളഞ്ഞു കുളിച്ചു. ഈ പറയുന്ന ദിവ്യയുമായിട്ടാണ് PK ശ്യാമളയുടെയൊക്കെ കൂട്ട്. നവീൻ കേസുമായി ബന്ധപ്പെട്ട് PP ദിവ്യ ജയിലിൽ കിടന്നപ്പോൾ ജയിലിന് പുറത്തു പോയി നിന്ന് മോങ്ങിയ ആളാണ് ഈ പറയുന്ന PK ശ്യാമള. മറ്റൊരു കാര്യം, ആന്തൂറിൽ സാജൻ ആത്മഹത്യ ചെയ്തത് തന്നെയാണ്. ഇന്നും ആ കുടുംബത്തെ CPM-കാർ വേട്ടയാടുന്നുണ്ട്. അതായത് ആന്തൂരിലെ ആ പാവം മനുഷ്യനെ, അയാൾ പുറം ലോകത്ത് പോയി കിടന്ന് മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യവും കൊണ്ട് നാട്ടിൽ വന്ന് നാടിനു കൂടി ഉപകാരപ്പെടാൻ വേണ്ടി ഒരു സംരംഭം തുടങ്ങുന്നു. എന്നാൽ ആ സാജനെ ചുവപ്പ് നാടയിൽ കെട്ടിത്തൂക്കുകയായിരുന്നു PK ശ്യാമള ഉൾപ്പെട്ട പഞ്ചായത്ത്. അവരുടെ ഒരാളുടെ അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ടാണ് ആ മനുഷ്യൻ സകലതും നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോയത്. പിന്നീട് ആ കുടുംബം നിയമ നടപടികളുമായി പോയപ്പോൾ എന്തായിരുന്നു CPM-കാർ ചെയ്തത്? ഈ PK ശ്യാമളയെ പൊക്കി തലയിൽ വെക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തെ അങ്ങേയറ്റം മോശമാക്കി, അവരെ വേട്ടയാടി. ആ സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ്, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തത് എന്ന് വരെയുള്ള നാറിയ വർത്തമാനമായിരുന്നു ഈ PK ശ്യാമള ഉൾപ്പെട്ട ഗ്രൂപ്പ് പടച്ചുവിട്ടത്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മറന്നുവെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവർത്തനമാണ് PK ശ്യാമള ചെയ്തത്? അല്ലെങ്കിൽ തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവർത്തനമാണ് ഈ PK ശ്യാമള ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന PP ദിവ്യയുടെ പെട്രോൾ പമ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദന്റെ കുടുംബത്തിലേക്ക് വരെ ആരോപണം ശക്തമായതല്ലേ? അതായത് ഗോവിന്ദന്റെ മക്കൾക്കുൾപ്പെടെ ഈ പെട്രോൾ പമ്പ് വിവാദത്തിൽ കൈയുണ്ട്, അവിടെ നടക്കുന്ന പല അഴിമതികളിലും ഗോവിന്ദന്റെ കുടുംബത്തിന് വലിയ ബന്ധമുണ്ട് എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നില്ലേ? എന്നാൽ അതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പോലും അന്ന് MV ഗോവിന്ദൻ തയ്യാറായില്ല. അപ്പോൾ ഈ കുടുംബം തന്നെ ഒരു ഫ്രോഡ് കുടുംബമാണ്. അത്തരത്തിലുള്ള കുടുംബത്തിൽ നിന്ന് ഒരാളെ പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് സീറ്റ് കൊടുക്കുകയാണ് തളിപ്പറമ്പിൽ. ഇതിലും വലിയ നാണക്കേട് വേറെ പറയാനില്ല. എന്തായാലും PK ശ്യാമള തളിപ്പറമ്പിൽ 8 നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ അവരെ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കും. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാനിരിക്കെ പാലക്കാട് മണ്ഡലത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങളുമായി CPM. UDF സ്ഥാനാർത്ഥിയായി
നടൻ രമേശ് പിഷാരടിയും BJPക്കായി ശോഭാ സുരേന്ദ്രനും എത്തുന്നതോടെ മണ്ഡലം പിടിക്കാൻ പ്രമുഖ നടിയെ കളത്തിലിറക്കാൻ CPM ആലോചിക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. സിനിമാ താരങ്ങൾ പിഷാരടിക്കായി വോട്ട് ചോദിക്കാൻ എത്തുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് താരശോഭയുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ CPM പരിഗണിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ വന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടിയുമായി പാർട്ടി നേതൃത്വം പ്രാഥമിക ചർച്ചകൾ നടത്തി കഴിഞ്ഞു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. പാലക്കാട് ജില്ലാ ഘടകം നിർദ്ദേശിച്ച ഡോക്ടർ P സരിന്റെ പേര് സംസ്ഥാന കമ്മിറ്റി തൽക്കാലം അംഗീകരിച്ചിട്ടില്ല. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിലുള്ള നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിക്കുമ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം വർദ്ധിച്ചുവെന്ന വിലയിരുത്തലിലാണ് ഈ മാറ്റം. ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം കൂടി പരിഗണിച്ച് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി വന്നാൽ വിജയം ഉറപ്പിക്കാമെന്നും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. മഞ്ചേശ്വരത്തും സമാനമായ രീതിയിൽ വിജ്ഞാപനം വന്ന ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ. അതേസമയം CPM സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സ്പീക്കർ AN ഷംസീറിനെ ഒഴിവാക്കിയത് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 2 ടേം നിബന്ധനയുടെ പേരിൽ ഷംസീറിന് സീറ്റ് നിഷേധിച്ചതിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണെന്നാണ് സൂചന. ഷംസീറിനൊപ്പം മുരളി പെരുന്നല്ലി, K ബാബു, KD പ്രസേനൻ എന്നിവർക്കും ഇത്തവണ സീറ്റില്ല. എന്നാൽ 2 ടേം കഴിഞ്ഞിട്ടും മുൻമന്ത്രി AC മൊയ്തീന് കുന്നംകുളത്ത് വീണ്ടും അവസരം നൽകിയത് വിവേചനമാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. മുൻമന്ത്രി C രവീന്ദ്രനാഥ് ഇത്തവണ മണലൂരിൽ നിന്ന് ജനവിധി തേടും. എറണാകുളം ജില്ലയിലെ തർക്കങ്ങളെ തുടർന്ന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്കും MP ഷൈനി വൈപ്പിനിലേക്കും മാറും. 8 സുപ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMൽ ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗം ഭൂരിഭാഗം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചെങ്കിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉൾപ്പെടെയുള്ള 8 മണ്ഡലങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയും BJPക്കായി ശോഭാ സുരേന്ദ്രനും എത്തുന്ന പാലക്കാട് മണ്ഡലം പിടിക്കാൻ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ CPM ഉള്ളത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തു വന്നതിന് ശേഷമേ പാലക്കാട്ടെ കാര്യത്തിൽ CPM അന്തിമ തീരുമാനം എടുക്കാൻ സാധ്യതയുള്ളൂ. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉറച്ച കോട്ടകളിലാണ് CPMന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വെല്ലുവിളി നേരിടുന്നത്. പുതുപ്പള്ളി, പാലക്കാട്, എറണാകുളം, തൃക്കാക്കര, വണ്ടൂർ, പെരിന്തൽമണ്ണ, തിരൂർ, കൊണ്ടോട്ടി എന്നീ മണ്ഡലങ്ങളിലാണ് വ്യക്തതയില്ലാത്തത്. പുതുപ്പള്ളിയിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് നേതൃത്വത്തിന്റെ ആലോചന. എന്തായാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് പാർട്ടി എത്തുന്നതോടെ, അതായത് ഷംസീർ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നിഷേധിക്കുന്നതിലൂടെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. എന്നാൽ ഒരു യൂസുമില്ലാത്ത അട്ടർ വേസ്റ്റായ PK ശ്യാമളയൊക്കെ തളിപ്പറമ്പിൽ കൊണ്ട് നിർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിജയ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലും ആത്മഹത്യാപരമായ ചില നീക്കങ്ങൾ CPM എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർട്ടിയിലുള്ളവർ പോലും ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്.